കാലം കുറേ പുരോഗമിച്ചിട്ടുണ്ടാവും. ഒരുപാട് ന്യൂജൻ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മളതൊക്കെ രുചിച്ചിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ തന്നെയും ഈ പൊതിച്ചോറിനോടുള്ള കൊതി നമുക്ക് മാറ്റിവെക്കാവുന്ന ഒന്നല്ല. ഒരു കൊച്ചു വട്ടപാത്രത്തിൽ നിറയെ ചോറും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മുട്ട വറുത്തതും ഒക്കെ കൂട്ടി അമ്മ സ്കൂളിലേക്ക് പൊതി തന്നുവിടും. പക്ഷേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കൂട്ടുകാരിയുടെ ഇലപ്പൊതിയുടെ മണം എന്നെ വല്ലാതെ കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഈ അമ്മ എന്താ എനിക്ക് എന്നും ഇലയിൽ പൊതി തന്നു വിടാത്തതെന്ന്. പക്ഷേ എന്നും ഇലപ്പൊതി ഉണ്ടാക്കാനുള്ള അമ്മയുടെ പ്രയാസം അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് മക്കളുമായി സ്കൂളിലൊക്കെ വിടാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവില്ല എന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണല്ലേ. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു, ഞാൻ 2 മക്കളുടെ അമ്മയായി. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാനൊരു 10 വയസ്സുകാരിയിലേക്കൊക്കെ തിരിച്ചു പോകാറുണ്ട്. ആ നേരത്തൊക്കെ അമ്മ അന്ന് കെട്ടിത്തന്ന പൊതിച്ചോറ് എനിക്ക് വല്ലാത്ത മിസ്സിങ് ആണ്.